വനിതാ കമ്മീഷന് സ്വീകരിക്കേണ്ടി വരുന്ന പരാതികളിൽ വലിയൊരു പങ്കും പോലീസിൽ നിന്നും നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞുള്ളവയാണെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി. പൊതുസമൂഹത്തിലാകെയുള്ള സ്ത്രീവിരുദ്ധ ചില പോലീസുകാരുടെ മനോഭാവത്തിലുമുണ്ടെന്നും അവർ വ്യക്തമാക്കി. ലിംഗനീതിയും ഭരണഘടനയും എന്ന വിഷയത്തിൽ വനിതാ കമ്മീഷൻ കോഴിക്കോട് സിറ്റി കേരള പോലീസ് അസോസിയേഷനുമായി സഹകരിച്ച് സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. കേരള വനിതാ കമ്മീഷന്റെ മുമ്പാകെ ഇന്ന് നൽകപ്പെടുന്ന ഞങ്ങൾ സ്വീകരിക്കേണ്ടി വരുന്ന പല പരാതികളും അതിൽ നല്ലൊരു പങ്ക് പോലീസിൽ നിന്ന് നീതി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 99.9% പോലീസുകാരും നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുന്നുണ്ടെങ്കിൽ 1% അതിൽ നിന്ന് അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വം കൃത്യമായി മനസ്സിലാക്കാതെ ഇടപെടുന്നവരായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് നീതി തേടിയിട്ട് പോലീസിൽ നിന്ന് നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ സമീപിക്കുക. സ്ത്രീവിരുദ്ധമായ ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നതുകൊണ്ടാണ് സർക്കാരിന് സ്ത്രീപക്ഷ നിലപാടുകൾ പ്രത്യേകം സ്വീകരിക്കേണ്ടി വരുന്നതെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു. സ്ത്രീധനം നിരോധിച്ചിട്ടും ഇപ്പോഴും അതിൻ്റെ പേരിൽ കൊലപാതകങ്ങളും പീഡനങ്ങളും നടക്കുകയാണ്. സ്ത്രീ സംരക്ഷണത്തിനായി നിയമങ്ങൾ നിർമ്മിക്കേണ്ടി വരികയാണ്. വീട്ടിനകത്ത് പോലും സ്ത്രീകൾക്ക് പീഡനം നേരിടേണ്ടി വരുന്ന സാഹചര്യമുണ്ടായപ്പോഴാണ് അത് പ്രതിരോധിക്കാനുള്ള നിയമങ്ങൾ നിർമ്മിക്കേണ്ടി വന്നതെന്നും അഡ്വക്കേറ്റ് പി സതീദേവി വ്യക്തമാക്കി. നിയമം നിർമ്മിക്കേണ്ടി വരികയാണ്. വീട്ടിനകത്ത് ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭർത്തൃബന്ധുക്കളുടെ പീഡനത്തിൽ നിന്ന് സ്ത്രീയെ രക്ഷിക്കുന്നതിന് വേണ്ടി 498A എന്ന് പറയുന്ന വകുപ്പ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ എഴുതി ചേർക്കപ്പെട്ടു. 304B എന്ന് പറയുന്ന വകുപ്പ് അല്ലേ, വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൾക്ക് നീതി കിട്ടണം. അതിൻ്റെ മുമ്പ് എന്തായിരുന്നു അവസ്ഥ? അവൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അവൾ അല്ലേ നമ്മളതിലും പറയും അവളെ തലയിൽ അങ്ങനെ ആയിപ്പോയി അല്ലേ. കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ റജീന അധ്യക്ഷത വഹിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണ, കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് SR ഷിനോദാസ്, വനിതാ സെൽ ഇൻസ്പെക്ടർ പി ഉഷ തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോട് സിറ്റിയിലെ 100-ലധികം പോലീസ് ഉദ്യോഗസ്ഥരും സെമിനാറിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.